നമസ്കാരം. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കഥയല്ല, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. 1956 വർഷം. ക്ലമൻ്റ് അറ്റ്ലി ഇന്ത്യ സന്ദർശിക്കുകയാണ്. ക്ലമൻ്റ് അറ്റ്ലിയെക്കുറിച്ച് അറിയാത്തവർക്ക്, ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലമൻ്റ് അറ്റ്ലി. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ബ്രിട്ടൻ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ലേബർ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ക്ലമൻ്റ് അറ്റ്ലി. അപ്പോൾ അദ്ദേഹം 1956 പശ്ചിമ ബംഗാൾ സന്ദർശിക്കുകയാണ്. അന്നത്തെ കാലത്തെ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന PB ചക്രവർത്തി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോയത്? ഇതായിരുന്നു ആ ചോദ്യം. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഭാഗമായിരുന്ന സഖ്യത്തിന് വിജയം വരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോയത് എന്നുള്ളതായിരുന്നു ചക്രവർത്തി ചോദിച്ചത്. അപ്പോൾ ചക്രവർത്തിക്ക് ക്ലമൻ്റ് അറ്റ്ലി കൊടുത്ത ഉത്തരം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരു ക്ലാസിക് ഉത്തരമായിരുന്നു. ക്ലമൻ്റ് അറ്റ്ലി ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: There were so many reasons, but the most important reason was the activities of നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു ക്ലമൻ്റ് അറ്റ്ലി ചക്രവർത്തിക്ക് കൊടുത്ത ഉത്തരം. ഒരുപാട് കാരണങ്ങളുണ്ട് ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകാൻ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആക്ടിവിറ്റികളായിരുന്നു, പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇത് RC മജുംദാറിനെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിരവധി ആധികാരികമായിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഇത് നമുക്ക് വായിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആ നേതാജിയുടെ ജന്മദിനമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഭാരതീയർക്കും നേതാജി ജയന്തി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഒരേയൊരു രാഷ്ട്രനായകന് ശതകോടി പ്രണാമം.